ഭൂപ്രകൃതി കൊണ്ടും സാംസ്കാരിക വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് നെന്മാറ. സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും നെല്ലറകളും നിറഞ്ഞ മണ്ഡലമാണ് നെന്മാറ. ഈ മണ്ഡലത്തിലാണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമട. 6 അണക്കെട്ടുകൾ ഈ മണ്ഡലത്തിലുണ്ട്. നെന്മാറ വല്ലങ്ങിവേല ഇവിടുത്തെ പ്രധാന ഉത്സവമാണ്. നെന്മാറ മണ്ഡലത്തിൽ കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രകൃതി രമണീയമായ സുന്ദര കാഴ്ചകൾ നൽകുന്ന നെല്ലിയാമ്പതി. മണ്ഡലത്തെ ജലസമൃദ്ധമാക്കുന്ന 6 അണക്കെട്ടുകൾ പോത്തുണ്ടി, പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം, മീങ്കര, ചുള്ളിയാർ ഡാമുകളാണ് മണ്ഡലത്തിന്റെ ജലസ്രോതസ്സായി നിലനിൽക്കുന്നത്. എല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ വരുന്ന ചെലവ് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് നാം നിർമ്മാണ മേഖലയിലേക്ക് പോകുന്നതെങ്കിൽ അത് 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതുകൊണ്ട് അന്നത്തെ ആവശ്യകത കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും 50,000 കോടി രൂപയിലധികം ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം നമ്മുടെ സംസ്ഥാനത്ത് 5 വർഷത്തിനകം ആരംഭിക്കുകയും ചിലതൊക്കെ പൂർത്തീകരിക്കുകയും ചിലതിൽ ഒക്കെ തുടക്കം കുറിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമെന്ന നിലയിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിലും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി സമഗ്രമായ കുടിവെള്ളത്തിനും ഗതാഗതത്തിനും വിദ്യാഭ്യാസ മേഖലയിലേക്കും ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. 2 കുടിവെള്ള പദ്ധതികളാണ് കിഫ്ബി മുഖേന മണ്ഡലത്തിൽ പ്രധാനമായും നടപ്പിലാക്കുന്നത്. നെന്മാറ, മേലാർക്കോട്, അയിലൂർ പഞ്ചായത്തുകളിലേക്ക് 24,50,00,000 രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയും എലവഞ്ചേരി, പല്ലശ്ശന, കാവശ്ശേരി, ആലത്തൂർ, എരുമയൂർ, പുതുക്കോട് പഞ്ചായത്തുകളിലേക്ക് 17,75,00,000 രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയും. ആദ്യത്തെ പദ്ധതിയിൽ അതാത് പഞ്ചായത്തുകളിൽ ജലസംഭരണികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പോത്തുണ്ടി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി അയിലൂർ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ടാങ്കാണ് എനിക്ക് പുറകിൽ. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു ആദ്യത്തെ വ്യക്തിയുണ്ട്. ഉണ്ണികൃഷ്ണൻ ഈ നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ സ്ഥലം 12 സ്ഥലം ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ 12 സെന്റ് സ്ഥലം കൊടുത്തിട്ടുള്ളത്. നമസ്കാരം. ഇങ്ങനൊരു പൂർണ്ണമായും സൗജന്യമായി കൊടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? പ്രചോദനം, ഞാനൊരു എക്സ് മിലിറ്ററിക്കാരനായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അന്നത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, എൻ്റെ നാടിന് വേണ്ടി ജീവൻ സമർപ്പിക്കുക പറഞ്ഞ സത്യപ്രതിജ്ഞയുണ്ട് പട്ടാളക്കാർക്ക്. അപ്പോൾ ഞാൻ അന്ന് നാടിന് വേണ്ടി മരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൻ്റെ സാഹചര്യം വന്നില്ല. അപ്പോഴും എനിക്ക് ഈ നാടിന് വേണ്ടി പലതും ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പല പ്രശ്നങ്ങളായും കാരണം അത്രയൊന്നും ചെയ്യാനായില്ല. പിന്നെ മരിക്കും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, കുറച്ച് ഭൂമി ഇതിനു വേണ്ടി തരണം, ഉണ്ടെങ്കിൽ തരണം പറഞ്ഞിട്ട്. തരണം എന്ന് പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ തരണം, അങ്ങനെ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് തരണമെന്ന് നിർബന്ധിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം ശരി, തരാം, 12 സെന്റ് തരാം, എൻ്റെ ഭൂമിയിൽ 12 സെന്റ് തരാം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട്. പിന്നെ വലിയ പദ്ധതിയൊക്കെ ആകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ അഭിമാനമല്ലേ, അഭിമാനത്തിനോട് കൂട്ടുനിന്നു, സഹകരിച്ചു. അയിലൂരിൽ 11.5 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കും മേലാർക്കോട്, നെന്മാറ എന്നിവിടങ്ങളിൽ 9.5 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുമുള്ള ടാങ്കുകളുമാണ് നിർമ്മിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. ഈ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി നമ്മുടെ അയിലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശത്തും എല്ലാ വീടുകൾക്കും സമ്പൂർണ്ണമായി വാട്ടർ കണക്ഷൻ കൊടുക്കാൻ കഴിയും. പഞ്ചായത്തിനകത്തുള്ള കുടിവെള്ള ക്ഷാമം സമ്പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പ്രതീക്ഷ. 8,500ഓളം വരുന്ന വീടുകളാണ് ഇപ്പം നിലവിൽ പഞ്ചായത്തിനകത്തുള്ളത്. അതിലൊരു 400ഓളം വരുന്ന വീടുകൾക്ക് ഇപ്പം നിലവിൽ
400-ൽ താഴെ വരുന്ന വീടുകൾക്ക് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ നമ്മുടെ നെന്മാറ NSS കോളേജിൻ്റെ അവിടുത്തെ ടാങ്കിൽ നിന്നുള്ള സപ്ലൈ കിട്ടുന്നത്. സമ്പൂർണ്ണമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനൊരു ഇൻട്രപ്ഷൻ ഉണ്ടാവുമെങ്കിലും ആ സാധനം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ അയിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം വേനൽക്കാലത്തുണ്ടാകുന്ന മൂല, 4-ാം വാർഡ് 6-ാം വാർഡിനകത്തുള്ള മൂല പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പോത്തുണ്ടി വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കുടിവെള്ള പദ്ധതിക്കകത്ത് പഞ്ചായത്തിൻ്റെ കുറച്ച് ഫണ്ട് 13 ലക്ഷം വെച്ച് ലിങ്ക് ചെയ്തു 270ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പം നിലവിൽ വെള്ളം കൊടുത്ത് ആ പ്രദേശത്തെ പ്രശ്നം നിലവിൽ പരിഹരിച്ചിരിക്കുന്നു. യലവഞ്ചേരി, പല്ലശന തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിക്കായുള്ള ജലശുദ്ധീകരണ പ്ലാന്റിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിദിനം 260 ലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളുകളിൽ കിഫ്ബി മുഖേന പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6,30 ലക്ഷം രൂപയുടെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ 3 കോടി രൂപയുടെ വീതം പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. 22 ക്ലാസ് മുറികൾ ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങുന്നത്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകും. ഇത് നെന്മാറ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിലേക്ക് കിഫ്ബിയുടെ ഫണ്ടാണ് ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഈ കേരള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി അനുസരിച്ചാണ് ഈ പുതിയ ബിൽഡിംഗ് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏകദേശ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിന്റെ കാരണം പണിക്കാരെ മറ്റും കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ വർക്ക് ഉദ്ദേശിച്ച രീതിയിൽ നടന്നിട്ടില്ല. എന്നിരുന്നാലും ഒരു 70-80% വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുമാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് വേറെയും ബിൽഡിങ്ങുകൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബിൽഡിങ്ങാണിത്. 3 കോടി രൂപ ചെലവിൽ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങാണ്. ഇതിൽ MLAയുടെയും മറ്റും എല്ലാ സഹകരണങ്ങളും ഉള്ളതുകൊണ്ടും നാട്ടുകാരുടെയൊക്കെ സഹകരണം കൊണ്ടുമാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് എത്തിയിട്ടുള്ളത്. നെന്മാറ ബൈപ്പാസ് റോഡിന് 20 കോടിയും കൊടുവായൂർ ബൈപ്പാസ് റോഡിന് 15 കോടിയും കൊല്ലങ്കോട് ഊട്ടറ റെയിൽവേ മേൽപ്പാലത്തിന് 20 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നെന്മാറയിലെ ബൈപ്പാസിന് 20 കോടി രൂപയാണ് ഗവൺമെന്റ് അനുവദിച്ചത്. സ്ഥലമെടുപ്പുമായി 3 തവണ മീറ്റിംഗ് കൂടി. ഇപ്പോൾ അതിൻ്റെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആലത്തൂരിൽ നിന്നും ചിറ്റൂർ ഭാഗത്തേക്ക് പോകുന്നവരാവട്ടെ വലിയ പ്രയാസമാണ് ആ കൊടുവായൂർ അങ്ങാടിയിലുണ്ടാവുക. സ്വാഭാവികമായി അത് പരിഹരിക്കുന്നതിന് വേണ്ടി 15 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി അനുവദിച്ചു. അപ്പോൾ ഗതാഗത മേഖലയിലേക്ക് ആവശ്യമായ രൂപത്തിൽ ഒരു വലിയ സംഖ്യ. അതുപോലെ തന്നെയാണ് 100 വർഷങ്ങൾ പിന്നിട്ടുള്ളതാണ് ഊട്ടറപ്പാലം. അതുപോലെ തീവണ്ടികളൊന്നും ഓടുന്നില്ലെങ്കിലും നമ്മുടെ പൊള്ളാച്ചി അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലക്കാടിൽ നിന്നുള്ള റെയിൽവേ ട്രാക്ക് പോകുന്നത് അതിലെയാണ്. മേംപാലം വേണം എന്ന രൂപത്തിലേക്കുള്ള ചർച്ച ദീർഘകാലമായിട്ട് വരുന്നതാണ്. ഞങ്ങൾ അത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള 15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബൈപ്പാസ് റോഡുകളും ഊട്ടറ റെയിൽവേ മേൽപ്പാലവും ഈ പ്രദേശത്തെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. പദ്ധതി പൂർത്തിയാവുന്നതോടെ ഈ മേഖലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ നെന്മാറയുടെ മുഖച്ഛായ തന്നെ മാറും. ഈ പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം കൂടുതൽ വികസന പ്രവർത്തനങ്ങളും നെന്മാറ മണ്ഡലം പ്രതീക്ഷിക്കുന്നുണ്ട്.